ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇവള് ഡ്രസ് മാറാൻ കയറുന്ന മുറി പൂട്ടിയിട്ടാല. അമ്മവാ വേണ്ട വേണ്ട, നല്ല ഐഡിയ ആയിരുന്നു. ஹரி சார், இதுவும் போச்சு. அந்த பொண்ணு உங்களை பற்றி ஏதாவது மைக்கிளோட சொன்னா உங்களுக்கு கிடைச்ச மரியாதை எல்லாம் போயிடும். ഹരി, ശരവണൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. ഇത്രയും വൈരാഗ്യമുള്ള ഒരുത്തി ആങ്കറായി നിന്ന ഒരു പ്രോഗ്രാം ഏത് രീതിയിൽ അവസാനിക്കുമെന്ന് നമുക്കിപ്പൊ തന്നെ ഊഹിക്കാമല്ലോ. ആമാ ഹരി, എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. ഞാൻ നോക്കാം. നിങ്ങൾ എല്ലാരും ഇങ്ങോട്ടിരിക്കുക. വാ മോളെ. ആ ശരവണ, ഓക്കെ ശരി സാർ. ഇരിക്കുക. വാ ഇരിക്കാം. ആ അവാർഡ് ഫംഗ്ഷന് നമുക്കും പോകായിരുന്നു അല്ലേ? എന്തിന്? അനുവിന്റെ പൊസിഷൻ വെച്ച് ക്ഷണിക്കാത്ത ഒരു കാര്യത്തിന് പോകേണ്ട കാര്യമുണ്ടോ? ഇതെന്തിനാണോ ക്ഷണിക്കുന്നത്? നമ്മുടെ കുടുംബകാര്യമല്ലേ. എടോ, ഞാൻ സബ് കളക്ടർ ആണെന്നുള്ളത് എന്റെ പ്രൊഫഷനാണ്. ഞാൻ തന്റെ അച്ഛന്റെ അമ്മയുടെ മുമ്പിലോ ഹരിയേട്ടന്റെ മുമ്പിലോ നിൽക്കുമ്പോ എനിക്ക് പഴയ മനു ആകാനേ പറ്റൂ. അല്ലാതെ ഞാനിപ്പോ വലിയ പൊസിഷനിലെത്തിയിരിക്കുന്നു, നിങ്ങളൊക്കെ ഈ നിമിഷം മുതൽ എന്നെ റെസ്പെക്ട് ചെയ്യണമെന്നൊന്നും പറയാൻ എനിക്ക് പറ്റില്ലടോ. തനിക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് അവിടെ വരെ ഒന്ന് പോകാം. ഞാനില്ല, മനു വേണമെങ്കിൽ പോയിക്കോ. ഒന്നിച്ചാണെങ്കിലേ ഞാനുള്ളൂ. ഹരിയേട്ടന്റെ മറുപടി പ്രസംഗം ഉണ്ടാകും. ചിലപ്പോ നിത്യേച്ചി വേദിയിൽ പ്രസംഗിക്കുകയും ചെയ്യായിരിക്കും. വെറുതെ ഒന്ന് കേൾക്കാലോ. ഞാൻ എന്തായാലും ഇല്ല മനു. അതിന്റെ പേരിൽ വേറെ ഒന്നും തോന്നണ്ട. ഇരിക്കവിടെ. ജ്യോതി, വിവാഹം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലേക്ക് പറിച്ചു നടപ്പെട്ടാല് അതുവരെ നിന്ന സ്വന്തം കുടുംബത്തിനോട് ഒരു ചെറിയ അകലമൊക്കെ വരും. അത് ഫിസിക്കലാ. പക്ഷേ മാനസികമായി അങ്ങനെ ഉണ്ടാവാറില്ല. തനിക്ക് പക്ഷെ അങ്ങനെ സംഭവിച്ചു. വീട്ടിലെ കാര്യം പറയുമ്പോ, വീട്ടുകാരെ കുറിച്ച് പറയുമ്പോ തനിക്ക് എന്തോ ഒരു അകലം പോലെയാ. ഉണ്ടോ അങ്ങനെ? മനു നേരത്തെ പറഞ്ഞല്ലോ പുതിയൊരു വീട്ടിലേക്ക് പറിച്ചു നടപ്പെട്ടൂന്ന്. അപ്പൊ പിന്നെ പഴയ ബന്ധങ്ങൾ എങ്ങനെ വേണം, ആരോടൊക്കെ എത്രമാത്രം അടുക്കാന്നൊക്കെ തീരുമാനിക്കുന്നത് ഇവിടുത്തെ സാഹചര്യങ്ങളും കൂടിയല്ലേ. അങ്ങനെയുള്ള സംശയങ്ങൾ എന്തെങ്കിലും മനുവിന് തോന്നുമ്പോ മനുവിന്റെ അമ്മയോട് ചോദിച്ചാൽ മതി. അതാ ഒന്നും കൂടി എളുപ്പം. എനിക്ക് മനസ്സിലായില്ല. അല്ല, അമ്മയ്ക്ക് എന്താ ഇതിലെ റോൾ? അമ്മയ്ക്ക് കുടുംബത്തിലുള്ള റോൾ എന്താണെന്ന് അറിയാലോ. അമ്മ പറയുന്നത് ഞാൻ കേട്ടേ പറ്റൂ. അതെന്തായാലും നമുക്ക് സമാധാനത്തോടെ ജീവിക്കണ്ടേ. അപ്പോ അമ്മയാണോ ഈ മാറ്റത്തിന് കാരണം? അമ്മയും മോളും കൂടെ എന്തോ പ്രശ്നമുണ്ട്. മധുര നൊമ്പരക്കാറ്റ്